ശബരിമല സ്വർണ്ണ കവർച്ചയുടെ വ്യാപ്തി കൂടുകയാണ്. കേസിൽ കൂടുതൽ സ്വർണം കൊള്ളയടിച്ചതായും 7 പാളികളിലെ സ്വർണം കൊള്ളയടിച്ചുവെന്നും SITയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. പ്രഭാമണ്ഡലത്തിലേതടക്കം സ്വർണം കവർന്നിട്ടുണ്ട്. കോടതിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്താണ് ചേരുന്നത്. പ്രശാന്ത്, ഈ കൊള്ള കൂടുതൽ വ്യാപകമായി കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇപ്പോൾ പ്രഭാമണ്ഡലത്തിലെ സ്വർണമടക്കം കാണാനില്ല, വ്യാളി രൂപം കാണാനില്ല, ശിവരൂപം കാണാനില്ല. അങ്ങനെ വ്യാപകമായ കൊള്ളയടിയാണ് ശബരിമല സന്നിധാനത്ത് നടന്നിരിക്കുന്നത്. SIT റിപ്പോർട്ടിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ എന്തെല്ലാം? നീലിമ, വ്യാപകമായ രീതിയിലാണ് ശബരിമലയിൽ സ്വർണ്ണക്കടത്ത് നടന്നത് എന്നതാണ് ഏറ്റവും പുതിയതായി പുറത്തുവരുന്ന വിവരങ്ങൾ. അതിൽ SIT കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ വ്യാപ്തി വിശദീകരിപ്പിക്കുന്നത്. അതായത് കട്ടിളപ്പാളികളിലോ അല്ലെങ്കിൽ അങ്ങനെ ഈ കട്ടിളപ്പാളികളിലടക്കം കടത്തിയത് മാത്രമല്ല സ്വർണം കടത്തിയത്, മറ്റ് പല ഇടങ്ങളിൽ നിന്നടക്കം സ്വർണം കടത്തിയതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് വ്യാളി രൂപത്തിൽ നിന്നും ശിവരൂപത്തിൽ നിന്നും പ്രഭാമണ്ഡലത്തിൽ നിന്നടക്കം സ്വർണം കടത്തി മോഷ്ടിച്ച് കടത്തുന്ന സാഹചര്യമുണ്ടായി എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഒരു ചെറിയ കൊള്ളയല്ല ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്നത്, സ്വർണ്ണ കവർച്ച എന്നത് എന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. അതായത് ശബരിമലയെ തന്നെ പൂർണ്ണമായും കൊള്ളയടിക്കുന്ന നിലയിൽ, അല്ലെങ്കിൽ ആ ശബരിമലയിലെ സ്വർണ്ണങ്ങൾ മുഴുവനായും മോഷ്ടിച്ച് കടത്തുക എന്ന ലക്ഷ്യം തന്നെ ഇതിന് പിന്നിലുണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ SITയുടെ റിപ്പോർട്ട് ചെന്നെത്തുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കട്ടളപ്പാടികളിലും മാത്രമല്ലാതെ ഒതുങ്ങി നിൽക്കുന്ന ഒരു ചെറിയ കൊള്ളയല്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൻ്റെ ഒരു വ്യാപ്തി, വലിയ രീതിയിൽ വ്യാപ്തിയുള്ള ഒരു സ്വർണ്ണക്കൊള്ളയാണ് നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല, ഈ സ്വർണ്ണങ്ങൾ അവിടെ നിന്നും മോഷ്ടിച്ച് കടത്തിയും സ്വകാര്യ ആവശ്യങ്ങൾ കടക്കാൻ ഉപയോഗിച്ചു എന്നതടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് സ്വർണ്ണങ്ങൾ കടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘം അന്വേഷിക്കുകയും ചെയ്തത്. അതായത് സ്വന്തം ആവശ്യങ്ങൾക്കടക്കം ഈ കടത്തിയ സ്വർണ്ണം മാറ്റിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയെന്നാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിൽ പറയുന്നത്. മാത്രമല്ല, ഈ സ്മാർട്ട് ക്രിയേഷനിൽ കൊണ്ടുപോയി ഉരുക്കി മാറ്റിയ സ്വർണ്ണത്തിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിയുന്നത്. വീണ്ടും കണ്ടെത്താനാകാത്ത രീതിയിലുള്ള സ്വർണം ഇനിയുമുണ്ട്. എന്നാൽ ഇത് സ്വർണം എവിടേക്ക് കടത്തിയെന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തതയില്ല. അതാണ് നേരത്തെ പറഞ്ഞതുപോലെ സ്വർണം സ്വകാര്യ ആവശ്യങ്ങൾക്കടക്കം ഉരുക്കി മാറ്റുന്ന നിലയിലേക്ക് എത്തിയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ രീതിയിൽ ശബരിമലയെ സ്വർണ്ണം കൊള്ളയടിക്കുക, ശബരിമല തന്നെ കൊള്ളയടിക്കുക എന്നൊരു ലക്ഷ്യം ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് റിപ്പോർട്ടിൽ കൂടി പറയുന്നത്. കോടതിയിൽ സമർപ്പിച്ച പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ മറ്റ് 7 ഇടങ്ങളിൽ നിന്നും മറ്റ് 7 ഭാഗങ്ങളിൽ നിന്നടക്കം സ്വർണം കൊള്ളയടിക്കുന്നുള്ള നീക്കങ്ങൾ നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിലാണ് ഈ ശിവരൂപത്തിൽ നിന്നും പ്രഭാമണ്ഡലത്തിൽ നിന്നും കൊള്ളയടിക്കുന്ന നിലയിലേക്ക് എത്തിയത്. വ്യാളി രൂപത്തിൽ നിന്ന് സ്വർണം കൊള്ളയടിക്കുക, അങ്ങനെ സമഗ്രമായ രീതിയിൽ ശബരിമലയെ ഒന്നാകെ അയ്യപ്പസ്വാമി ഒഴിച്ച് ബാക്കി എല്ലാം അവിടെ ഉണ്ടാകുന്ന എല്ലാം കൊള്ളയടിക്കണമെന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കൊള്ള സങ്കേതങ്ങൾ, ഈ കൊള്ളക്കാർ അവിടേക്ക് ശബരിമലയിൽ എത്തിയത്. അതിന് സഹായിക്കാനായിട്ട് ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരടക്കം ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ഇതിന് കൂട്ടുനിന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ശബരിമലയെ ഉന്മൂലനം ചെയ്യുക, ശബരിമലയുടെ ആ പരിശുദ്ധിയെ പോലും കളങ്കപ്പെടുത്തുന്ന നിലയിലേക്ക് ഇവർ ചെന്നെത്തി എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ശബരിമലയെ കൊള്ളയടിച്ചുകൊണ്ട് ശബരിമലയിലെ സ്വർണം മുഴുവനായി അവിടെ നിന്ന് കടത്തുക എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അതിന് രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ചുകൊണ്ട്, രാഷ്ട്രീയക്കാരുടെ പിൻബലം കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിലൂടെ പറയുന്നത്. എന്തായാലും ശബരിമലയെ ഒന്നാകെ ഘട്ടമായി ശബരിമലയെ ഒന്നാകെ കൊള്ളയടിക്കുക ഒരു ലക്ഷ്യം ഈ കള്ളക്കടത്ത് സംഘത്തിന് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടിലൂടെ പറയുന്നത്. ഒരിടത്തു നിന്ന് മാത്രമല്ല, മറ്റ് 7 ഇടങ്ങളിൽ നിന്ന് തന്നെ, വ്യാളി രൂപങ്ങളിൽ നിന്നും അടക്കം, ശിവരൂപങ്ങളിൽ നിന്നും അടക്കം, പ്രഭാമണ്ഡലങ്ങളിൽ നിന്നും അടക്കം, അങ്ങനെ എല്ലാ ഇടങ്ങളെയും കൊള്ളയടിച്ചുകൊണ്ട് അവിടുന്ന് സ്വർണം കടത്തുക എന്നൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് കടത്തി എന്ന് തന്നെയാണ് റിപ്പോർട്ടിലും പറയുന്നത്. അതിൻ്റെ വ്യാപ്തിയും അത്രത്തോളം വലുതാണ്. ഇത്തരത്തിൽ വലിയ ഭീമമായ രീതിയിലൊരു ഈ സ്വർണ്ണക്കൊള്ള അത് ചരിത്രത്തിൽ ആദ്യം തന്നെയാണെന്ന് പറയാം. ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെയാണ് നടക്കുന്നത്.